ഹലോ, ഇന്ന് നമുക്ക് മാൽദീവ്സിലെ ഒരു നാടൻ റെസിപ്പി ട്രൈ ചെയ്താലോ? ഇതിൻ്റെ പേരാണ് തേലുള്ളി ബോഷി. ബോഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴക്കൂമ്പാണ് കേട്ടോ. മാൽദീവിയൻസ് ഒരുപാട് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വാഴക്കൂമ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കേട്ടോ ഈ തേലുള്ളി ബോഷി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു വാഴക്കൂമ്പ് എടുത്ത് അതിൻ്റെ കട്ടിയുള്ള പുറംഭാഗം ഇല്ലേ, അത് റിമൂവ് ചെയ്തതിന് ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എടുത്ത് വളരെ നേർത്ത രീതിയിൽ അരിഞ്ഞെടുക്കുക. ഈ അരിഞ്ഞത് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഉപ്പിട്ട് വയ്ക്കുക. അതിലേക്ക് വേണം ഈ അരിഞ്ഞ ഭാഗം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഈ പാത്രത്തിൽ ഉപ്പിട്ട് വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ കൂടുതൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ വാഴക്കൂമ്പിനകത്ത് കറയുണ്ടല്ലോ, അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് വയ്ക്കുന്നത്. പിന്നീട് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നന്നായിട്ട് വറുത്തെടുക്കുക. അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടിയിട്ട് അതും വറുത്ത് കോരി മാറ്റി വയ്ക്കുക. പിന്നീട് ബാക്കി വരുന്ന ഈ എണ്ണയിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വാഴക്കൂമ്പില്ലേ, അതിട്ട് കൊടുത്ത് അതും നന്നായിട്ട് വറുത്ത് കോരി എടുക്കുക. പിന്നീട് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ മാൽദീവിയൻസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടല്ലോ, സ്മോക്ക്ഡ് ട്യൂണ, അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തേലുള്ളി ബോഷി എന്ന് പറയുന്ന അവരുടെ തനതായിട്ടുള്ള ഫുഡ് റെഡിയായി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്മോക്ക്ഡ് ട്യൂണയ്ക്ക് പകരം നമ്മുടെ നാടൻ ചെമ്മീനില്ലേ, ഉണക്ക ചെമ്മീൻ, അത് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.